ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗോഡ് മിൽക്കിലൊരു സോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും 2 കിലോ അടുത്ത് ബേസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിലവിൽ ഇന്ന് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ചെറിയൊരു ഓർഡർ 19 സോപ്പിൻ്റെ ഒരു ഓർഡർ കിട്ടിയായിരുന്നു. അപ്പം ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിറ്റിലൊക്കെ വിടാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അത് നമുക്ക് ഓർഡർ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത സോപ്പാണിത്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ആദ്യമേ കറ്റാർവാഴയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മെൽറ്റ് ആക്കിക്കൊണ്ട് വന്ന് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്, നമ്മളത് മെൽറ്റ് ആക്കിക്കൊണ്ട് വന്നിട്ട് 2 കിലോ ബേസിലേക്ക് നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസ് ഒരു 150 ഒരു 160 ചേർക്കാം. നിങ്ങൾക്ക് അത്രയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് ഒരു 150ഓളം ഞാൻ കറ്റാർവാഴയുടെ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അന്നേരമാണ് കണ്ടത് അതിനകത്ത് കറ്റാർവാഴ നന്നായിട്ട് അടിയാതെ കിടപ്പുണ്ടായിരുന്നു. ജ്യൂസ് അടിച്ചപ്പോൾ നന്നായിട്ടത് കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ കൂടെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റമിൻ ഇയുടെ കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു. 2 കിലോ സോപ്പിന് നമ്മൾ 20 സോപ്പിനുള്ള വൈറ്റമിൻ ഇ 20 ഡ്രോപ്പ് ഒഴിച്ചു. 2 അടപ്പ് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. 2 അല്ല 3 അടപ്പ് ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ 2 കിലോ ബേസിലേക്കാണല്ലോ നമ്മൾ ചേർക്കുന്നത്. അപ്പം 1 കിലോയ്ക്ക് 2 അടപ്പ് വീതം വെച്ചിട്ട് 4 അടപ്പ് ഗ്ലിസറിനാണ് ടോട്ടൽ നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര ബെറ്റർ ആയിരിക്കില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ ഒരു ജോലിക്ക് കയറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് രാത്രി വന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പാതിരാത്രിയിൽ നമ്മൾ 50 സോപ്പ് ഒന്നിച്ചുണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് പിള്ളേരെ വെച്ചിട്ട് ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ സ്മെല്ലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡവിൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ 1 കിലോയ്ക്ക് 20 ml എന്നാണ് ഒരു കണക്കിൽ നമ്മൾ 40 ml മിച്ചം 50 ml ഞാൻ സ്മെല്ല് ചേർത്തിട്ടുണ്ട്. അതെന്നു ചോദിച്ചാൽ കുറച്ച് പേർക്ക് സ്മെല്ല് കുറച്ച് മുമ്പോട്ട് നിൽക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ച് നമ്മളൊരു 50 ml മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു 2 കിലോ ബേസിലേക്ക്. അപ്പം പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒരു നിർബന്ധവും ഇല്ല. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ 1 സ്പൂണോ 2 സ്പൂണോ കഷ്ടേ ചേർക്കാവുള്ളൂ, അതിൽ കൂടുതൽ ചേർക്കരുത്. അത് 2 കിലോ ബേസിൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾ 1 കിലോ ബേസിലേക്കൊക്കെ ആണെങ്കിൽ 1 സ്പൂണ് കഷ്ടി 1 സ്പൂണ് കോക്കനട്ട് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ബേസിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇതിന് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതിനെ പതുക്കെ നമ്മുടെ മോൾഡിലേക്ക് മാറ്റാനുള്ള പ്ലാനാണ്. 2 കിലോ ബേസ് ഒന്നിച്ചായതുകൊണ്ട് എനിക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാൻ ഇച്ചിരി പാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ ഇത് ഒഴിക്കാം എന്നുള്ളത് ആലോചനയിലാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ജോലി ചെയ്യുമ്പം ആ ജോലിയുടെ ഒപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വർക്കാണ്. എനിക്കിതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് പോക്ക് വരവിനുള്ള ഒരു വരുമാനം, അതായത് നമ്മുടെ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു കാപ്പി കടിയൊക്കെ കഴിക്കാനുള്ള പൈസയൊക്കെ നമുക്കിതിൽ നിന്ന് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സോപ്പ് മേക്കിങ് നിർത്തുന്നില്ല. തന്നെയല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് സോപ്പിനെ കുറിച്ച്. അപ്പം നമ്മുടെ സോപ്പ് അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബേസിലേക്ക് നമ്മുടെ സിലിക്കോൺ മോൾഡുകളിലേക്ക് സോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം കിറ്റിൻ്റെ സോപ്പായതുകൊണ്ട് നമുക്കധികം റേറ്റിന് വിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഒത്തിരി വെയിറ്റ് കൂട്ടി നമ്മൾ ചെയ്യുന്നില്ല. കാരണം 85 ടു 89 അത്രയൊരു കണക്കിലാണ് ഇപ്പം നമ്മൾ മോൾഡിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സോപ്പ് മേക്കിങ് ഏകദേശം കഴിഞ്ഞു. വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണെങ്കിലും ഗ്ലിസറിൻ ബേസ് ആണെങ്കിലും നമ്മൾ ചിപ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണി തീർക്കാം. നമുക്ക് ഭയങ്കര സ്പീഡിൽ തന്നെ ചെയ്യാം. പിന്നെ കറ്റാർവാഴ ചേർക്കുമ്പോൾ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകുന്ന കാര്യം, കറ്റാർവാഴ മിക്കവർക്കും അലർജി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ കറ്റാർവാഴ നന്നായിട്ട് കഴുകി ജ്യൂസ് അടിച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ബേസിലേക്ക് ഉപയോഗിക്കുവാണെങ്കിൽ ഈ അലർജി ഉള്ളവരെ സംബന്ധിച്ച്, പച്ചക്കറ്റാർവാഴ അലർജി ഉള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് സാധനം കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കറ്റാർവാഴ നമുക്ക് ആർക്കും അലർജി ഉള്ളത് ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ ഡിമാൻഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറ്റാർവാഴ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ബേസിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുണ്ടോ, നമ്മൾ കറ്റാർവാഴ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്നതാണ്. അതുപോലെ ഒരു ചെറിയ പീസ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ആ ഒരു
തിരക്ക് കൊണ്ടും നേരമില്ലാത്ത ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ജോലി കഴിഞ്ഞ് ഒരു 6-6:30 കഴിഞ്ഞാണ് എത്തുക വീട്ടിൽ വന്ന് നമ്മുടെ പരിപാടിയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോവുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാനായിട്ടൊരു ടൈം ലിമിറ്റുണ്ട്. ഇത് ഏകദേശം ഒരു 10-11 മണിയുടെ ആ ഒരു സമയത്തൊക്കെയാണ് തോന്നുന്നു ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു റിസ്ക് നമുക്കുണ്ട്. അപ്പം നന്നായിട്ട് വീഡിയോ പഴയ പോലെ നല്ല ബെറ്ററായിട്ട് അടിപൊളിയായിട്ട് പുതിയ സെറ്റിങ്സ് ഒന്നും വെച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ടൈം ഇല്ലാഞ്ഞിട്ടും ഞാനിത് ചെയ്ത് വീഡിയോ ഇടുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു ഇടയ്ക്കും മുട്ടിനും ഒരു വീഡിയോ കിട്ടുവാണെങ്കിൽ നമ്മുടെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് കോളേജിൽ ഒരു 19 കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പം അവർക്കാണെങ്കിൽ പോലും ക്ലാസ് എടുത്തപ്പോൾ അവർക്കാണേലും ആ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ആ കുഞ്ഞുങ്ങളാണേലും അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് വലിയ കേൾവിയില്ല. വീട്ടിൽ ഇത്രയും പെർഫെക്റ്റായിട്ട് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ള അവർക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനൊരിത് കേട്ടപ്പോൾ അവർ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നവരത് പഠിക്കുകയും എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. അപ്പം ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ അവരും ചെയ്യട്ടെ. അവർക്കൊരു കുഞ്ഞ് ഏണിങ്സ് ചെറുപ്രായത്തിലെ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരോടും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോടുകൂടെ കൂടിയാണ് പറയുന്നത്, മക്കളെ എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ സോപ്പ് മേക്കിങ്ങും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്തു പോവുക. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയാകും തുടങ്ങാൻ. അപ്പം നിങ്ങളെപ്പോഴും കണ്ടിന്യൂ നിങ്ങൾ നിർത്തിപ്പോവാതെ മാക്സിമം ടൈം കണ്ടെത്തിക്കൊണ്ട്, ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് ടൈം കിട്ടിയാലും നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ള സോപ്പ് സെറ്റായി കിട്ടും ചെയ്തു കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം.